നാലാമത്തെ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ് ഇത്. ആവറേജ് വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആവറേജ് വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തുള്ളത്. എഫ് ഓഫ് എക്സ് ഈ മുകളിൽ കോംപ്ലിമെൻറ്റ് പോലെ വരച്ചത് എന്താണ്? ആവറേജ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ്. അപ്പോൾ എ ടു ബി ആണ് അല്ലേ. അപ്പോൾ 1/b - a ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ തന്ന ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ ആണ് അല്ലേ. സോ ഈ എക്സ് സ്ക്വയറിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. അണ്ടർ ദ ലിമിറ്റ് ഏതാണ്? 0,2 ആണ്. ഇതിൽ ആദ്യം തന്ന ഈ 0,2 എന്നതിൽ ആദ്യം തന്ന വാല്യൂ എയും രണ്ടാമത്തെ തന്ന വാല്യൂ ബിയും ആണ്. സോ 1/b - a എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 - 0 ഇൻറ്റഗ്രൽ ലിമിറ്റ് 0 to 2 എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ അല്ലേ. സോ 1/2 ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? x³ 3 അല്ലേ. x² + 1/2 + 1 ഇങ്ങനെയാണല്ലോ. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ അപ്ലൈ ചെയ്യാം. സോ 1/2 ഇൻറ്റു ഈ ഒരു 1/3 കൂടെ അങ്ങ് പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പർ ലിമിറ്റ് 2 ആണ്. സോ 2³ മൈനസ് ലോവർ ലിമിറ്റ് 0 സോ എന്ത് വരും? 1/6 ഇൻറ്റു 8 എന്ന് വരും അല്ലേ. സോ 1/6 ഇൻറ്റു 8 ഇതിനെ ഹാഫ് ആക്കാമല്ലോ അല്ലേ. 4/3 എന്ന് വരും. സോ ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ. ക്ലിയർ ആണല്ലോ. സോ അപ്പോൾ ഇങ്ങനെ ആവറേജ് വാല്യൂ കാണാനുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ആവറേജ് വാല്യൂ തന്നെയാണ് കാണേണ്ടത്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x² ആണ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് തരുന്നത് 1,2 ആണ്. സോ ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആവറേജ് വാല്യൂ കാണേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് y is equal to x², y is equal to x³ for x between 0 and 1. സോ നമുക്കിവിടെ ഏരിയയാണ് കാണേണ്ടത് അല്ലേ. അതായത് y എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, 2y തന്നിട്ടുണ്ട്. അതിൽ എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത് 0ക്കും 1നും ഇടയ്ക്കാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് നമുക്കറിയാം. ഇപ്പോൾ എക്സിന് ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ എന്തായാലും ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇടയ്ക്കാണ്, 0യോ 1ഓ ആവാം. സോ എക്സിന് 0.5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. സോ ആദ്യത്തെ y എന്ന് പറയുന്നത് ഇവിടെ x² ആണ്. സോ 0.5ൻ്റെ സ്ക്വയർ എന്ത് വരും? 0.25 എന്നുള്ളത് വരും. ഇനി അതേപോലെ തന്നെ അടുത്ത y എന്ന് പറയുന്നത് എന്താണ്? x³ ആണ്. അതായത് 0.5³ എന്ന് വരും. 5ൻ്റെ ക്യൂബ് 125 ആണ്. 3 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ ഇങ്ങനെ വരും അല്ലേ. ഇപ്പം നോക്കിയാൽ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഇവിടെ x³ ആൻസർ അല്ലേ ചെറുതെന്ന് പറയുന്നത്, x² എന്താണ്? വലുതുമാണ്. സോ x³ <= x² ആണല്ലോ. അങ്ങനെ നമുക്ക് ഈ ഒരു ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ ഇതിൽ ഈ വലിയ ഫംഗ്ഷനും ചെറിയ ഫംഗ്ഷനും നോക്കിയിട്ട് g ഓഫ് എക്സ് ചൂസ് ചെയ്യുക. g ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഏതെടുക്കുക? x³ എന്നും എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തും എടുക്കുക? x² എന്നും എടുക്കുക. അതെങ്ങനെയാണ് എടുക്കുന്നത്? വലിയ ഫംഗ്ഷനും ചെറിയ ഫംഗ്ഷനും നോക്കിയിട്ട് അല്ലെ. വലുത് ഏതാണോ അതാണ് എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതായത് 0.25 അല്ലേ ഇതിനകത്ത് വലുതെന്ന് പറയുന്നത്. 0.125 അതെന്താ? ചെറുതാണ്. സോ അതെന്ത് കൊടുത്തു? g ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഇനി റിക്വയർഡ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. റിക്വയർഡ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇൻറ്റഗ്രൽ 0 മുതൽ 1 വരെയാണല്ലോ ഏരിയ വേണ്ടത് അല്ലേ. ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് മൈനസ് g ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. സോ ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് നമ്മളെടുത്തുള്ളത് എന്താണ്? x²ഉം രണ്ടാമത്തെ ഫംഗ്ഷൻ x³ ആണ് അല്ലേ. സോ ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് വാല്യൂ കൊടുക്കുക. x² ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ x³ 3 ആണ് അല്ലേ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് ഇവിടെ തന്നെ അപ്ലൈ ചെയ്ത് പോവാം. മൈനസ് ഇതെന്ത് വരും? x⁴/4 അല്ലേ. x³ ചെയ്താൽ എന്താ വരിക? x⁴/4 ആണ് വരിക. ആദ്യം നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1³ മൈനസ് 0³ അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. മൈനസ് ഇവിടെ അതെ 1⁴/4 മൈനസ് 0⁴/4. അപ്പോൾ എന്ത് വരും?
1/3. ഇത് 0 ആയി പോവും, ഇതും 0 ആയി പോവും. ഇവിടെ എന്ത് വരും? 1/4 വരും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 4, 1 × 3 3 ഡിവൈഡഡ് ബൈ 4 × 3 12. സോ 1/12 എന്നുള്ളതാണ് നമുക്കിതിന് ആൻസർ കിട്ടുക. ക്ലിയർ ആയോ? സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഏരിയ കാണുക അല്ലേ? ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് രണ്ട് ഫങ്ഷൻസ്. ക്ലിയർ ആയോ? ഇനി ഇതുപോലെ ചെയ്യാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുകയാണ്. ഏരിയ തന്നെയാണ് കാണേണ്ടത്. y = ഇവിടെ തന്ന ഫംഗ്ഷൻ x²ഉം അടുത്തതിൽ y തന്നത് 2x ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏരിയ കാണേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ 0ക്കും 1നും ഇടയ്ക്കാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് ചെയ്യുക.